എന്താ വേണ്ട കടിക്കേ? വട വേണോ? പത്തിരി ഉണ്ട്. തിത്തയുമ്മ, ആ നമ്മുടെ ലോലൻ ഇതുവഴി എങ്ങാ വന്നിരുന്നോ? വന്നില്ല വെച്ചാ വന്നീനി. ആ പിള്ളച്ചന്റെ കയ്യിൽ നിന്ന് ഒരു 500 ഉറുപ്പി വാങ്ങിയാ പോയത്. എന്തോ പീസ് അരക്കാനാന്നാ പറഞ്ഞത്. 500 റുപ്യ? 10ാം ക്ലാസ്സിൽ 10 കൊല്ലം തോറ്റ ഓനെന്ത് പീസ്? ഞമ്മക്കറിയില്ല. ഇതിലെന്തോ ഒരു ഉടായ്പ ഉണ്ട്. ആ അറിയില്ല. തൊഴിലുറപ്പ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിപ്പ് ഇവിടെ ഇരിപ്പ്. നടക്കട്ടെ, ചായ കുടിച്ചിട്ട് പോവാന്ന്. ഓ മതി. ഇതാര് പ്രശ്നമുണ്ടോ? അല്ല ലീലച്ചി, ഓനടെ പോയി. ഞാടെ പോകാനാ? ഓനല്ല ആ മുറിയിൽ കുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു പതിവില്ലാത്തതാണല്ലോ. ഒന്നിങ്ങോട്ട് മാറിക്ക്. ആ അതാ ഞാനും ആലോചിക്കുന്നത്. നീ എന്തിനാടാ എന്നെ കണ്ട പോടിയേ? എനിക്ക് വയ്യ, തീരെ സുഖമില്ല, കിടക്കായിരുന്നു. അയ്യോ, എന്ത് പറ്റിണ്ട മോനെ? പനിയൊന്നുമില്ലല്ലോ. എന്റെ അപ്പൊ എനിക്ക് ഒരു കുഴപ്പമില്ല. അമ്മ ചായ ഉണ്ടോന്നാണ്. നിനക്കല്ല വയ്യാത്ത, നിന്നെ കൊണ്ട് നാട്ടുകാർക്ക് വയ്യ. അല്ല, ഇന്ന് എന്താണ് ഉണ്ടാക്കുന്നത്? ഞാൻ ഒരു വിഷയം ഉണ്ടാക്കുന്നത് എന്താ കിടക്കായിരുന്നില്ല ഇവിടെ. നീ എന്തിനാടാ പിള്ളാച്ചിൻ്റെ അടുത്ത് 500 രൂപ മേടിച്ച? ഓ, അപ്പൊ പിള്ളാച്ചനെ കണ്ട് എനിക്ക് ചിലപ്പോൾ ബോംബെ വരെ ഒന്ന് പോവേണ്ടി വരും. ബോംബെ? 500 രൂപ ഉണ്ടാ? എന്ത് 500 രൂപയ്ക്ക് പോകാൻ പറ്റൂല? ബോംബെയിലേക്ക് ഇപ്പോൾ എഴുന്നള്ളിയിട്ട് എന്താ ആവശ്യം? ഒരു മലയാളി പെൺകുട്ടി ബോംബെയിലുള്ള കാണാൻ, പൂജ ശർമ്മ. ആര്? പൂജ ശർമ്മ. അവിടെ എങ്ങനെയുണ്ട്? ആപ്പിള് പോലത്തെ കവള്, സ്ട്രോബെറി ചുണ്ടുകൾ, കാശ്മീരി ചില്ലി മുളകെടുത്ത് വെച്ച പോലെ പിരിക, ഇത്രയൊക്കെ പോരെ? സൂപ്പർ. പ്രസിഡന്റിന് പഞ്ചാര കൂട്ടണോ? വേണ്ട, പൂജാ ശർമ്മ ഉണ്ടല്ലോ. അല്ല പഞ്ചാര ഇട്ടോ. 500 രൂപയ്ക്ക് ഇതൊക്കെ കാണാൻ പറ്റുമോ? ഇല്ല, ഇത് കാണണമെങ്കിൽ നമ്മൾ ഏജൻസിക്ക് 500 രൂപ കൊടുക്കണം, എങ്കിലും നമുക്ക് കാണാൻ പറ്റും. അതിനാണ് ഞാൻ 500 രൂപ വാങ്ങിച്ചത്. എടാ, നല്ല അടി നിനക്ക് നാട്ടിൽ കിട്ടുന്നില്ല, പിന്നെ നീ ബോംബെ പോയിട്ട് ഇത്രയും വലിയ അടി കൊള്ളണോ? ഇതാണ് നിങ്ങളെ കുഴപ്പം. ഒരാൾ നന്നാവണമെന്ന് നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടാ. പണ്ട് കമ്പ്യൂട്ടർ വന്നപ്പോഴും നിങ്ങൾ എതിർത്ത്. കാലം മാറുന്നതനുസരിച്ച് കോലം മാറണം മിസ്റ്റർ. 2G, 3G, 4G, 5G വരെയായി. 5G അല്ല, നിന്റെ ജീവിതം മൂഞ്ചിയാവാത്ത നീ നോക്കിക്കോ. പ്രസിഡന്റ് ചായ. ചായ ഇവിടെ കൊടുത്തേക്ക്, നല്ല ക്ഷീണം കാണും. ചായ. ഇതെന്ത് പാട്? നമ്മളാരും നന്നാവണമെന്ന് പ്രസിഡന്റിന് ഇഷ്ടമില്ല. അങ്ങനെ കണ്ടാൽ മതി കേട്ടാ. ചായ ഉണ്ടോക്കി. ഹലോ അളിയ, നീ ആ പറഞ്ഞ ഡേറ്റിംഗ് ആപ്പ് ഇതുവരെ ഓപ്പൺ ആയില്ല. ഡേ ഉള്ള മാല പണയം വെച്ചിട്ട് അമ്മ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അതുപോലത്തെ ഒരു മാല വച്ചിട്ടിരിക്കുന്നു. ഞാൻ ഇവിടെ ചൊറിഞ്ഞു ഇരിക്കുന്നു. 5G ഫോൺ വാങ്ങിക്കാൻ പറഞ്ഞ് വാങ്ങിച്ച് എല്ലാം ചെയ്ത്. ഓപ്പൺ ആവോ? അതൊക്കെ കണ്ടുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഫോണും മാറ്റി ഇവിടെ ഇരിക്കുന്നത്. 10 മണിക്കൂർ കഴിഞ്ഞ്. അപ്പം 10 മണിക്കൂർ പറയുമ്പോൾ രാത്രി 8, 9, 10 മണിയൊക്കെ ആവൂലേ? ഓ, 8 മണിക്ക് അമ്മ ഉറങ്ങും. ഓ, ആവശ്യസ്ഥിതിക്കുക. ഞാൻ ഇവിടെ ചൊറിഞ്ഞുറങ്ങിയിരിക്കുന്നു. നീ ഫോൺ വിളി. 8 മണി അമ്മ ഉറങ്ങും. 10 മണിക്ക്. കാളമോനെ ഓടി ഓടിപ്പോ, കൊല്ലാപ്പിൻ തേരിയേറി ദൂരെ ദൂരം പോ. കാളമോനെ ഓടി ഓടിപ്പോ, കൊല്ലാപ്പിൻ തേരിയേറി ദൂരെ ദൂരം പോ. ഹലോ. ഹായ് ബേബി. ഹലോ. ഹലോ ബേബി. ബേബി അല്ല, സാബു. ഓ ഓക്കേ സാബു ബേബി. അയ്യോ, അച്ഛൻ്റെ പേര് ബേബി എന്നല്ല. അച്ഛൻ്റെ പേര് മാറ്റി അമ്മയെ സംശയിക്കും. അച്ഛൻ്റെ പേര് പുരുഷൻ. അയ്യോ, അങ്ങനെയല്ല എൻ്റെ പേര്. തൊട്ടി സാബു എന്നല്ല, ലോൽ എന്നാണ് വിളിക്കുന്നത് എല്ലാവരും. ഇരട്ട പേര് അങ്ങനെയാണ്. എനിക്ക് അങ്ങനെ വിളിക്കുന്ന ഇഷ്ടം. എന്നെ ഇഷ്ടമായോ സാബുവിന്? എന്നെ പൂജ ഇഷ്ടപ്പെടാതെ ഞാൻ അതിന് വേണ്ടി ഇവരിങ്ങനെ വന്നത് തന്നെ. 500 മുടക്കി കയറിയിരുന്നു എൻ്റെ പൂജയെ കാണാൻ. എനിക്കും സാബുവിനെ കാണണം. ഇപ്പഴാ? ഇപ്പൊ എങ്ങനെ ചുമ്മാ കാണാം? അമ്മയൊക്കെ അപ്പുറത്ത് കിടക്കണം, എങ്ങനെ കാണാൻ പറ്റും? ഒന്ന് വീഡിയോ കോളിൽ വാ പ്ലീസ്.
ചുമ്മാ ഒരു വീഡിയോ കോൾ വന്നാൽ ശരിയാവൂല. അമ്മ അപ്പുറത്ത് കിടക്കുന്ന സൗണ്ട് കേൾക്കും. പ്ലീസ് എനിക്ക് സാബുവിനെ കാണണം. ഇപ്പൊ ഈ സമയത്ത് ഇങ്ങനെ പറഞ്ഞ എനിക്ക് ഫുള്ളായി കാണണം. അയ്യോ അങ്ങനെ ബേബിക്ക് മറക്കാനാവാത്ത ഒരു രാത്രി ഞാൻ തരും. ഇല്ല, അങ്ങനെ പറ്റില്ല എനിക്ക്. പ്ലീസ് ബേബി. അമ്മ കിടക്കണം, സൗണ്ട് വിളി. ഓക്കെ, ഞാൻ കട്ട് ചെയ്യാം. ഇല്ലതില്ല, ഞാൻ നോക്കിട്ട് വരാം. പാട്ടുപാടും പെട്ടിത്തരാം താളമുട്ടാൻ ചെണ്ടത്തരാം ചോട് വെച്ചു കളി നടക്കട്ടെ നിന്റെ കളി നടക്കട്ടെ. ഹായ്. ഹായ് ബേബി. ഇതെന്ത് പറഞ്ഞേ കേട്ട് മോൻ കാണിച്ചാ? ഷോ, എനിക്ക് നാണാവും. കാണിക്കങ്ങോട്ട്. എനിക്ക് നാണാവുന്നു. എന്തിനു കാണിക്കണേ? ഞാൻ ഫോട്ടോ കണ്ടല്ല, കുഴപ്പമില്ല, കാണിച്ചാ. എനിക്കാദ്യം എന്റെ സാബുവിനെ കാണണം. എന്നാലും ഞാൻ ഇത്ര റിസ്ക് എടുത്ത് അമ്മ ഇവിടെ കിടന്ന് ഉറയും കിടക്കണം. ഞാൻ റിസ്ക് എടുത്ത് വന്ന് നിന്നെ കാണാനല്ലേ. എനിക്കാദ്യം സാബുവിനെ കാണണം പ്ലീസ്. എന്നെ കണ്ടോ? ഞാൻ ഇതാണ് ഞാൻ. എന്റെ സങ്കല്പത്തിലെ പുരുഷനെ എനിക്ക് കാണണം. ഞാൻ തന്നെ. ഇങ്ങനെയല്ല എനിക്ക് സാബുവിനെ കാണണ്ടേ. എന്തോന്നു പകുതിയെ കേട്ടിട്ട് പൂജ. ഹോ, എന്നാ ഓക്കെ, ഇനി ഞാൻ വിളിക്കില്ല. എന്നെ വിശ്വാസമില്ലല്ലോ. കാണാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ വിളിച്ചത്. നീ അല്ലേ പറഞ്ഞ വീഡിയോ കോൾ ചെയ്യാൻ. എന്നെ വിശ്വാസമില്ലല്ലോ, ഞാൻ പോവാ. വിശ്വാസമൊക്കെ തന്നെ, എന്നാലും കാണാൻ ഒരു കൊതി. ഓക്കെ, ഞാൻ പോവാ. അങ്ങനൊന്നും പറയല്ലേ. ഞാൻ കോള് കട്ട് ചെയ്യാം. കട്ട് ചെയ്യണ്ട. ഞാൻ ഇനി വിളിക്കില്ല. ഞാൻ കാണിക്കാം. വേണ്ട, എനിക്ക് കാണണ്ട. പിണങ്ങല്ലേ പ്ലീസ്, പിണങ്ങല്ലേ പൂജ. വേണ്ട, എന്നോട് മിണ്ടണ്ട. ഇപ്പൊ എന്താണ് കാണേണ്ടത്? ഒന്നും വേണ്ട, ഞാൻ പോവാ. പിന്നെ പിണങ്ങല്ലേ, കാര്യം പറ. എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ഇപ്പൊ എന്ത് ചെയ്യണം? എന്ത് ചെയ്യോ? എന്തും ചെയ്യും. എന്നെ അത്രക്ക് ഇഷ്ടമാണോ? അത്രയ്ക്ക് പൂജ. ഐ ലവ് യു. ശരിക്കും. എന്നാലേ ആ ടീഷർട്ട് ഒന്ന് ഊരടാ. ആ ടീഷർട്ട് ഒന്നൂര്. വേണം പ്ലീസ് ഡാ, ഒന്ന് വേഗം ഡാ. കാണാമോ? ആ കാണാം. വേണം. മതി. നോ, ഇത് പോരാ. ഇനി എന്തോന്ന് കാണാൻ? മുഴുവനായി കാണാം. ചുമ്മാരി. അല്ല, നീ ഇത്രയും കണ്ടു, നീ മോൻ കാണില്ലേ? മുഴുവൻ കണ്ടിട്ട് ഞാൻ കാണിക്കാം. വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട. വിശ്വാസം. വെയിറ്റ്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ. അത് സാരില്ല സാബു. സത്യമായിട്ട് ഉള്ള കാര്യം. ആശുപത്രിയിൽ പോകുമ്പോൾ ചട്ടത്തിൽ ഇഞ്ചക്ഷൻ വയ്ക്കാൻ പറയുമ്പോൾ ചട്ടം പോലും കാണിക്കുന്നവനാണ് ഞാൻ. ഇപ്പൊ നിന്റെ മുമ്പ് ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്. നിന്റെ അടുത്തുള്ള ഇഷ്ടം അത്ര മാത്രം, കേട്ടല്ലേ? കണ്ട, ഇത്രയേ ഉള്ളൂ. കാണാവരുതേ ഉള്ളൂ. ഇപ്പൊ കണ്ടില്ലേ? വിളിക്കണ്ടെന്ന് തോന്നിയ അങ്ങനെ പറയില്ലേ? നീ കളിന്റെ പോകും കാണി അങ്ങോട്ട്. അത് ലാസ്റ്റ് ഇത്ര ഞാൻ കാണിച്ചില്ല അങ്ങോട്ട്. പ്ലീസ്. ആയിട്ടില്ല. പൊന്നെ, നോ. ഇല്ല. ഞാൻ കണ്ണടച്ചില്ല. അമ്മ ഒന്ന് കാണില്ല. ഇല്ല. ഇല്ല. പൂജ, ഒന്ന് ഫോണ് പൊക്കി പിടിച്ചേ.
ഓ ഓക്കെ പിടിക്കാം. എന്താ ഇങ്ങനെ കിടക്കണത്? മതി മതി, ഇനി പൂജ കാണിക്ക്. എന്ത്? എന്താ മോൻ കാണിക്കും? ഞാൻ കാണിക്കാവേ. എന്നെ കണ്ട ഇഷ്ടാവോ? പിന്നെ ഇഷ്ടമാവാതെ 500 രൂപ ചുമ്മാ പൈസ കൊടുത്ത് കാണിക്കാൻ അങ്ങോട്ട്. എന്നാ വേണ്ട. കാണില്ല പൂജ. ഞാൻ എന്താ ഇപ്പം ആരും മുമ്പേ ഇങ്ങനെ നിന്നിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്. എനിക്ക് അതിൻ്റെ ചമ്മലും ഉണ്ട്. കാണിക്ക് പ്ലീസ്. കാണിക്കണോ? കാണിക്കണം. അത് കാണാനല്ലോ ഇരിക്കുന്നേ. ഞെട്ടല്ലേ? ഞെട്ടരുത്. ഞെട്ടാൻ തോന്നുന്നു. ഇതിലും വലു ഞെട്ടേ ഇല്ല ഞാൻ. എന്നാ ശരി, ഓക്കെ. ആരടാ പൂജയുടെ ഡ്രസ് ഇട്ടുണ്ട്? പൂജ ആങ്ങളെയാണ്? ഞാൻ ആരുടെ ആങ്ങളെ അച്ഛനൊന്നുമല്ല. ഞാൻ ചാറ്റർജി. നാടൻ പാട്ടൊക്കെ പാടണേ? അത് ബാനർജി. ഞാൻ ചാറ്റർജി. ഇത്രയും സമയം നീ എന്നോടായിരുന്നു ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഏത് ചാറ്റർജി ആയാലും എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ എന്ത് ചെയ്യും? അതൊക്കെ കാണിച്ചു തരാം. വലിയ വീരടിക്കും. നിങ്ങളെ കാര്യം നോക്കി പോവുക. ഇതിലും വലിയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ചാറ്റർജി ഹിന്ദിക്കാരൻ വന്ന് വെച്ചിട്ട് പോകാൻ അങ്ങോട്ട്. പിന്നെ തന്നെ വിളിക്കണത്. ഹലോ ഹലോ, സൈബർ സെല്ലിൽ നിന്നാണ്. സൈബർ സെല്ലോ? ഫോൺ കട്ട് ചെയ്തു പോയാൽ നീ രക്ഷപ്പെടുമെന്ന് കരുതിയോടാ? ഹലോ, ഇത് സൈബർ സെല്ലിൽ നിന്നാണ്. അവന്റെ ഒരു സൈബർ സെല്ല്. എടാ ലോല, എനക്കെന്നെ ശരിക്കും അറിയില്ല. ഈ ചാറ്റർജിയോടാണോ അതിന്റെ കളി? എനിക്ക് മനസ്സിലായില്ല ആരാണ്. നീ ഇത്ര നേരം ചാറ്റ് ചെയ്ത ജി ഇല്ലേ, ആ ജി ആണടാ ഈ ചാറ്റർജി. ഇപ്പൊ എന്താണ് നിങ്ങൾ ആവശ്യം? അത് പറ. ഇപ്പൊ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? നീ എന്താടാ എന്റെ അടുത്ത് നാടകം കളിക്കുന്നോ? നാടകമൊന്നുമല്ല. ഞാൻ ഇതെനിക്ക് മനസ്സിലായില്ല ആരാണ്. ഞാൻ ഇപ്പൊ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ സത്യം ഞാൻ പേടിച്ചിരിക്കുകയാണ്. ഞാൻ നിന്നോട് മുമ്പേ പറഞ്ഞില്ലേ ചാറ്റർജി. ചാറ്റർജി. നീ പൂജയോട് എത്ര നേരം ചാറ്റ് ചെയ്തെന്ന് അറിയില്ലേ? ഓർമ്മയില്ല. ഞാൻ ആരുടെ നിങ്ങൾ ചാറ്റ് ചെയ്തിട്ടില്ല. ഞാൻ നീ നാളെ ഉച്ചയ്ക്ക് മുൻപ് 1.5 ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടില്ല എങ്കിൽ 1.5 ലക്ഷം രൂപ ഇവിടെ ഞാൻ 500 രൂപ പിള്ളച്ചനെന്ന് കടമാൻ ചെയ്യണം. 1.5 ലക്ഷത്തിൽ എത്ര പൂജയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞു കേട്ടാ. നീ 1.5 ലക്ഷം രൂപ നാളെ ഉച്ചയ്ക്ക് മുൻപ് ഇട്ടാ നിന്നെ ഞാൻ രക്ഷപ്പെടുത്തും. ഇട്ടില്ലെങ്കിൽ നീ നിന്റെ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്ക്. അയ്യോ എന്റെ തുണ്ട്, എന്റെ തുണ്ട് കണ്ട്. അത് കണ്ടല്ലോ. കണ്ട അടിപൊളിയാലും. നിന്റെ ലീലാവിലാസങ്ങളാ. ഈ ഫോട്ടോയും വീഡിയോയും എല്ലാം നാളെ ഉച്ചയ്ക്ക് ശേഷം സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കും. എന്തിന് നമ്മൾ രണ്ടുപേരും മാത്രം കണ്ടാ പോലെ? എല്ലാരും ഒന്ന് കാണട്ടെ. ഇല്ല, ഞാൻ അതെല്ലായിടത്തും പറയാതെ തലവെട്ടി കയറ്റണം. നിങ്ങൾ പണിയിരിക്കുക തലവെട്ടി കയറ്റിയെന്ന് പറയും. എടാ മരമണ്ട, നിന്റെ അരേ കിടക്കണ അരഞ്ഞാണത്തിലെ സാബുമോ എന്നുള്ള പേര് ആ വീഡിയോയില് കൃത്യമായിട്ട് കാണാം. ഇനി അത് ഞാൻ എഡിറ്റ് ചെയ്താന്ന് നീ പറയൂ? ഊരി പനീര് ഊരി. പക്ഷെ അരഞ്ഞാണ് ഊരാൻ മറന്നുപോയി. അമ്മയടുത്ത് അപ്പോഴേ പറഞ്ഞാണ് അരഞ്ഞാണത്തിലൊന്നും ഈ സാബുവിന്റെ പേരൊന്നും എഴുതരുതെന്ന്. എന്റെ ഒരു എന്റെ വേറെ ഒന്നുമില്ല. ഇത്രയും പൈസ നടക്കൊന്നുമില്ല എന്റെ. പിന്നെ നിന്റെ കഴുത്തേ കിടക്കുന്ന എന്താടാ? അയ്യോ, അതിട്ട് ഇവിടെ ചൊറിഞ്ഞു ഊപ്പാട് പറഞ്ഞു. സ്വർണ്ണമല്ലാന്ന് ഷോ ആ പെണ്ണുങ്ങളെ വിളക്കാനായിട്ട്. അപ്പൊ സാബുമോനെ ശരി, നാളെ ഉച്ചയ്ക്ക് ശേഷം ഞാൻ വിളിക്കാം. അക്കൗണ്ട് നമ്പർ ഞാൻ വാട്സപ്പ് ചെയ്തേക്കാം. എന്ത് എവിടെ നിന്ന് അയക്കും എനിക്ക് അറിഞ്ഞൂടാ. ഹലോ ഹലോ 1.5 ലക്ഷം രൂപയ്ക്ക് ഞാൻ എനിക്കറിഞ്ഞൂടാ. 1.5 ലക്ഷം രൂപ
ഇത് നല്ലാത്ത കുരിശായല്ല. കുരിശ് പ്രസിഡന്റിനെ വിളിച്ചു പോകാത്ത. ഇതൊന്നും തുറക്കൂല. ഹലോ, എടാ ഈ എരുമേൻ്റെ തൊഴുത്തുനിന്നൊന്ന് മാറിയേക്ക്. എലിമേനെ കൂട്ടിയെന്നല്ല, ഞാൻ കരഞ്ഞതാ. ഞാൻ കരുതി എരുമ ചിരിച്ചതാന്ന്. പ്രസിഡന്റ്, അത്യാവശ്യമായിട്ട് എനിക്കൊരു 1.5 ലക്ഷം രൂപ ലോണ് വേണം. 1.5 ലക്ഷം ഉറുപ്പ്യ ലോണോ? എനിക്ക് വേണം, ലോണ് വേണം. നീ ഒരു കാര്യം ചെയ്യും, നിൻ്റെ മുംബൈക്കാരിയ മദാമല്ലേ, അതിനോട് ചോദിക്ക്. അതല്ലെങ്കിൽ നിൻ്റെ 5Gനോട് ചോദിക്ക്. നമ്മളൊക്കെ പാവം വികസന വിരോധികളാണേ. എൻ്റെ പൊന്നും പ്രസിഡന്റ്, ഞാനിപ്പം മൂഞ്ചി അവസ്ഥയില്ല. ഇത് തന്നെയാടാ പറയുന്നത്, കണ്ടറിയാത്തവൻ കൊണ്ടറിയുന്നു. വെച്ചിട്ട് പോടാ പ്രസിഡന്റ്. പോടാ പ്രസിഡന്റ്. സാനിയ ഡിസൂസ. അയ്യോ, ഇതിനൊന്നും ഉറക്കമില്ലേടേ.